കേട്ടാ കേട്ടാ ആ വാ വാ ഇതിനെ പിടിച്ചു വേണ്ട വേണ്ട ഞാൻ പോയിട്ട് വനിതാ പോലീസിന്റെ അടുത്ത് കാപ്പ് പിടിച്ചിട്ട് പോടോ. ഹോയ് 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 ആ അറിഞ്ഞോ ചെലവുണ്ട് ചെലവ് പ്ലീസ് എന്ത് വേണേ ചെയ്യാം. ആ എന്താ ചെയ്യണേ അത് പറ അല്ലയാ ഈ മാസത്തെ ശമ്പളം വേണ്ടാന്ന് വെച്ചോണം. എന്താ അത് എന്താ നിസാര കാര്യമൊന്നും അല്ലത്. പിന്നല്ലാണ്ട് വല്ല ലഡു വാങ്ങാം അല്ലേ? ആർക്ക് പിന്നെ ഞങ്ങൾ പിന്നെ ലഡു കണ്ടിട്ടില്ലല്ലോ. അതും വേണ്ട. ഉച്ചയ്ക്ക് ഒരു കേക്ക് മുറി സദ്യ, വൈകിട്ട് പൊറോട്ട ഇറച്ചി. അത് ക്ലീറ്റോന് എനിക്കത് വേണ്ട. അത് രണ്ടിനും ഇതായിട്ട് ഞാനൊരു കാര്യം പറയാം. ബിരിയാണി വാങ്ങാം. വേണ്ട. ഓ നിന്റെ ബിരിയാണി ഒന്നും ഇവിടെ വേണ്ട. ഞാൻ പറയാം ഒരു ദിവസം ഫുള്ള് കറക്കം. അതെ നാത്തുനെ, അതെന്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ അതൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ചിലരുടെ ശമ്പളം എടുത്തു കഴിഞ്ഞാലേ അനാവശ്യമായിട്ട് കണക്ക് പറയും. അത് കേൾക്കേണ്ട ഗതികേട് ഇനി എനിക്കില്ല. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അല്ല അത് നിന്നെ തന്നെ ഉദ്ദേശിച്ചു. ജമന്തി ഈ വനിതാ പോലീസ് ആയി കഴിയുമ്പോണ്ടല്ലേ ഇവിടുത്തെ കൂതര രാഷ്ട്രീയക്കാരെ ഓടിച്ചിട്ട് പിടിക്കണം. നീ എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? അല്ലല്ല നിന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. പിന്നെ രാഷ്ട്രീയക്കാരെങ്കിൽ വരും. രാഷ്ട്രീയക്കാരെ മുമ്പേ ഉണ്ടല്ലോ നിങ്ങളൊന്നും ഒന്നുമല്ല ഈ ഡ്രസ്സിന്റെ മുമ്പ് നിന്നിട്ട് ഇങ്ങനെ സെല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ടി വരും. ഇതുണ്ടല്ലോ കേരളമാണ്. പറ ഞാൻ പറഞ്ഞില്ലേ, ശമ്പളം കിട്ടിയ ഉടനെ എന്റെ വക ചെലവ്. എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയണം, ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അത് കേട്ടല്ലേ നാണമില്ലേ നിന്റെ വിധി. കണക്ക് പറച്ചിൽ. ഞാൻ അവിടെ തുണി നനച്ചിട്ടിട്ടുണ്ട്, ഒന്ന് എടുത്തോണ്ട് വരുമോ? ഇവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കട്ടെ. വേഗം എടുത്തോണ്ട് തന്നെ. ഓർഡറാണ് പോലീസിന്റെ. പോടാ ചെല്ല് ചെല്ല്. നിങ്ങൾ കാക്കിട്ട പോലീസ് ആവൂല, പോലീസ് അവളെ ആവുള്ളൂ. അയ്യോ വേണ്ട വേണ്ട, നിന്റെ ഔദാര്യത്തിൽ വേണ്ട. ഒരു കണക്കിന് അവള് പറഞ്ഞു നല്ലതാ. നീ പിന്നെ എനിക്ക് കണക്ക് പറയും വേണ്ടല്ലേ. അപ്പോ ഞങ്ങൾക്ക് കിട്ടി, ജോലിയൊക്കെ കിട്ടിയിട്ട് അവള് ചെലവ് ചെയ്തോളൂ. ചുമ്മാ വിളിച്ചതാ. ഞങ്ങളും ചുമ്മാ പറഞ്ഞതാ. അവളിപ്പോ എന്താ പറഞ്ഞിട്ട് പോയെ? അതായത് നീ അവളെ വേലക്കാരിയാണെന്ന്. ഇപ്പൊ തുണി എടുത്തോണ്ട് കൊടുക്കാൻ നാളെ അവള് പറയും അവളുടെ തുണി കഴുകി വിടാൻ പറയും. ജോലി കിട്ടി കഴിഞ്ഞിട്ട് പറയും ഇവിടുത്തെ മുഴുവൻ ജോലി നോക്കിക്കോളൂ. അങ്ങനെ നീ സ്ഥിരമായിട്ടൊരു നിത്യ വേലക്കാരിയായി മാറും. അവള് പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ചോദിച്ചിട്ടുള്ള കാര്യം ആരോട്? അവളോട്. എന്തിന്? എന്നെ വേലക്കാരിയാക്കാൻ പറ്റില്ല. അത് പിന്നെ പഠിപ്പും പത്രാസും വിവരമൊന്നും ഇല്ലാത്ത നീ വേലക്കാരി തന്നെയാണ്. വേലക്കാരി എന്നും വേലക്കാരി തന്നെ. ഒരു ചായ എടുത്ത വേലക്കാരി. ക്ലീറ്റോ. അയ്യോ